ജോസ് ബട്ട്ലറിന്റെ അഭാവം തിരിച്ചറിഞ്ഞ് രാജസ്ഥാൻ റോയൽസ്. ഇന്ന് നടന്ന മത്സരത്തിലാണ് രാജസ്ഥാൻ റോയൽസ് പൊരുതി തോറ്റത്. കാരണം ഇന്ന് നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത സൺറൈസേഴ്സ് ഹൈദരാബാദ് നിശ്ചിത 20 ഓവറിൽ 286 റൺസ് എടുക്കുകയായിരുന്നു. എന്നാൽ തിരിച്ചടിക്കാൻ ഇറങ്ങിയ രാജസ്ഥാൻ തുടക്കത്തിൽ തന്നെ പ്രധാന ബാറ്റർമാരായ ജയ്സ്വാൾ, പരാഗ്, നിതീഷ് റാണ എന്നിവരെ നഷ്ടപ്പെടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വമ്പൻ തോൽവിയിലേക്ക് പോകുന്നത് തോന്നിച്ചിരുന്നെങ്കിലും രാജസ്ഥാന്റെ ഇമ്പാക്ട് പ്ലെയറായി കളത്തിലിറങ്ങിയ സഞ്ജു സാംസണും ധ്രുവ് ജുറേലും കൂടി കരകയറ്റുകയായിരുന്നു. ഒരുപക്ഷെ സഞ്ജുവിന്റെ വിക്കറ്റ് വീഴാതിരുന്നെങ്കിൽ രാജസ്ഥാൻ ഒരുപക്ഷെ ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ചേനെ എന്ന് ഓരോ ആരാധകരും തോന്നിക്കാണും. നിലവിൽ ഈ മത്സരത്തിന് രാജസ്ഥാൻ 44 റൺസിനാണ് തോൽവി ഏറ്റുവാങ്ങിയത്. ഇങ്ങനെ ഒരു തോൽവിയിലും ഓരോ രാജസ്ഥാൻ ആരാധകരും വിചാരിച്ചു കാണും, ബട്ട്ലർ ഉണ്ടായിരുന്നെങ്കിൽ ഈ കളി നമ്മൾ ജയിച്ചേനെ എന്ന്. കാരണം രാജസ്ഥാൻ ബാറ്റർമാരിൽ ആദ്യ 5 പേരും ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ ആണ്. ഇത്രയും വലിയ സ്കോർ ചേസ് ചെയ്യാൻ ഇറങ്ങിയപ്പോൾ അവർക്ക് മാച്ചിൽ കൂടുതൽ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെയായിരിക്കണം ഓരോ രാജസ്ഥാൻ ആരാധകരും ബട്ട്ലർ ഇന്നത്തെ മാച്ചിൽ രാജസ്ഥാന് വേണ്ടി കളിച്ചിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായത്. ഈ സീസണിൽ രാജസ്ഥാൻ നേരിടാൻ പോകുന്ന ഏറ്റവും പ്രധാന വെല്ലുവിളി ആദ്യ 5 ബാറ്റ്സ്മാൻമാരും ഇന്ത്യക്കാർ ആണെന്നുള്ളതാണ്. ഇതിൽ പവർ ഹിറ്ററിനെ പറയാവുന്ന ഒരു ബാറ്റർ അത് സഞ്ജു സാംസൺ ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ പെർഫോമൻസിനെ അടിസ്ഥാനത്തിലായിരിക്കും രാജസ്ഥാന്റെ ഈ സീസണിലുള്ള മുൻപോട്ടുള്ള യാത്ര തീരുമാനിക്കുന്നത്.